This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണമെന്ന് പറയും. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു, തുടർന്ന് അവൻ്റെ രാജ്യം ഈ ഭൂമിയിൽ ആക്ഷരികമായി വെളിപ്പെടുന്നു. പിന്നത്തേതിൽ ദൈവം ഒരു പുതിയ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിക്കുകയും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായി പുതിയ ജെറുസലേം സ്ഥാപിച്ച ദൈവവും മനുഷ്യരും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താണ് ദൈവത്തിൻ്റെ തേജസ്? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് ദൈവ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവ തേജസ്. അതായത് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ട് നിത്യരാജ്യത്തിൽ അവനോടുകൂടെ വാസം ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ സത്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശ്യമാണ്. രണ്ടാമത്തേത്, ആ പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. ഇത് രണ്ടും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. മൂന്നാമത്തേത്, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളാണ്. ഈ എല്ലാ വാഗ്ദത്തങ്ങളും ആദ്യം പറഞ്ഞ 2 വിഷയങ്ങളുമായുള്ള ബന്ധത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തേത്, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരുളി ചെയ്ത അവൻ്റെ സന്ദേശങ്ങളാണ്. ഈ 4 കാര്യങ്ങളും എല്ലായ്പ്പോഴും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശത്തിൽ ഒന്നാമത്തേത്, അവന് അവൻ്റേതായിരിക്കുന്ന ഒരു കുടുംബം വേണം.
അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ അവന് വേണം. അതുകൊണ്ടാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നാമത്തെ പുത്രനായ ആദാം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും വെളിയിലാക്കപ്പെട്ടു. തുടർന്ന് ആദാമിൻ്റെ ഒരു മകനായ ശേത്തിൻ്റെ സന്തതി പരമ്പരകളിലൂടെ ദൈവം തൻ്റെ ബന്ധം മുന്നോട്ട് പുലർത്തിക്കൊണ്ടുപോന്നു. എന്നാൽ നോഹയുടെ കാലഘട്ടം വന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരും ഈ ലോകത്തിൻ്റെ ജനങ്ങളുമായി ഇടപഴകി പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. ദൈവം ആ തലമുറയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയും നോഹയും കുടുംബത്തെയും രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് നോഹയിലൂടെ മനുഷ്യൻ ഭൂമിയിൽ വർദ്ധിച്ചു. ദൈവം ഒരു മനുഷ്യനെ തനിക്ക് വേണ്ടി കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം. ആ അബ്രഹാമിലൂടെ ദൈവം തനിക്ക് വലിയ ഒരു കുടുംബത്തെ സൃഷ്ടിച്ചെടുത്തു. അവരുടെ പേരാണ് ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ ജനത്തോട് ദൈവം വ്യക്തമായി പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. പക്ഷേ ഈ മർമ്മം ഗ്രഹിക്കുന്നതിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോയി. അവരും ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. ആദമിൻ്റെയോ ശേത്തിൻ്റെ തലമുറക്കാരുടെയോ അബ്രഹാമിൻ്റെ മക്കളുടെയോ മത്സരമോ അനുസരണക്കേടോ ഭൂമിയിൽ തൻ്റെ കുടുംബം സ്ഥാപിക്കുവാനുള്ള ദൈവിക പദ്ധതിക്ക് ഒരു നാളും നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ കുടുംബത്തെ വീണ്ടും ഭൂമിയിൽ പുനഃസ്ഥാപിക്കുകയാണ്. യേശു ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ കുടുംബം ഭൂമിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ സ്വീകരിച്ച അനേക വ്യക്തികളുടെ ഹൃദയത്തിലും ഈ ബോധ്യമുണ്ടായിട്ടില്ല. സ്വർഗത്തിലെ ദൈവത്തെ തങ്ങളുടെ പിതാവെന്നും തങ്ങൾ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണെന്നുമുള്ള ശരിയായ പ്രകാശനം അനേക ദൈവമക്കളുടെ ഹൃദയത്തിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് എല്ലാ സമയവും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് നീ ദൈവത്തിൻ്റെ മകനെന്ന് മകളെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നു, സാക്ഷ്യം പറയുകയാണ്. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരമായി ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. ഈ ആത്മീയ ആലോചനകൾ ക്രമേണ എൻ്റെ ബുദ്ധി തിരിച്ചറിയുകയും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സ്വർഗത്തിലെ ദൈവത്തെ ആബാ പിതാവ് എന്ന് വിളിക്കുവാൻ എനിക്കും കൃപ ലഭിക്കുകയാണ്. ദൈവം നമ്മെ അവൻ്റെ പുത്രിപുത്രന്മാരാക്കിയത് നമുക്ക് ദൈവത്തിൽ ഒരവകാശം തരാൻ വേണ്ടിയാണ്. ദൈവത്തിൽ നമുക്കുള്ള അവകാശം എന്താണ്? അത് ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സാണ്. ദൈവം തന്നെയാണ് നമ്മുടെ അവകാശവും അനുഗ്രഹവുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവന് ഒരു കുടുംബം ആവശ്യമാണ്. അവന് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ ആവശ്യമാണ്. ഇപ്പോൾ ദൈവം നമ്മെ ക്രിസ്തു മുഖാന്തരം വിളിച്ചിരിക്കുന്നതും ഇതേ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കപ്പെടുന്ന ഒരു കൂട്ടം പുത്രിപുത്രന്മാരെ ആവശ്യമുണ്ടെന്നാണ്. ദൈവത്തിന് ആവശ്യം സാധാരണ പുത്രിപുത്രന്മാരല്ല, പിന്നെയോ തികഞ്ഞവരായ, ഒരു കുറവുമില്ലാത്ത, ഒരു വീഴ്ചയുമില്ലാത്ത, തികഞ്ഞ പുരുഷത്വമുള്ള, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്ന ഒരു കൂട്ടം പുത്രീപുത്രന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. ആ ദൈവഹൃദയത്തിലുള്ള പുത്രിപുത്രന്മാരുടെ സ്റ്റാൻഡേർഡ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചതിൽ ഏക സമ്പൂർണ്ണ മനുഷ്യൻ, തികഞ്ഞ മനുഷ്യൻ യേശുക്രിസ്തു മാത്രമാണ്. ദ കംപ്ലീറ്റ് മാൻ ഹു എവർ ലീവ്ഡ് ഇൻ ദിസ് വേൾഡ്, ദാറ്റ് ഈസ് ജീസസ് ഓഫ് നസറേത്ത്.
യേശു മാത്രമാണ് തികഞ്ഞ മനുഷ്യൻ. ആ യേശുവിനെ പോലെ നമ്മയും തികഞ്ഞ പുത്രന്മാരാക്കി തീർക്കുന്നതാണ് ദൈവസഭയിലെ യഥാർത്ഥ ദൗത്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മെ മുന്നറിഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ മുന്നറിഞ്ഞു, എന്നിട്ട് അവൻ നമ്മെ മുൻ നിയമിച്ചു. എന്തിനു വേണ്ടി ദൈവം നമ്മെ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതും? അത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ല ദൈവം നമ്മെ മുന്നറിഞ്ഞതും മുൻ നിയമിച്ചതും, പിന്നെയോ യേശുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. ക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തതിലെ ദൈവിക ഉദ്ദേശം നാം യേശുവിനെ പോലെ ആയിത്തീരുക എന്നതാണ്. എന്താണ് യേശുവിൻ്റെ സ്വരൂപത്തിൻ്റെ അർത്ഥം? ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും സൃഷ്ടിച്ചു എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ഇമേജിൽ, ദൈവത്തിൻ്റെ പ്രതിമപ്രകാരം, അവൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ ആ ദൈവീക സ്വരൂപം അവങ്കിൽ നിന്നും പൂർണ്ണമായി മാറ്റപ്പെട്ടു. ഇപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ദൈവീക സ്വരൂപത്തിൻ്റെ പൂർണ്ണതയിലാണ്. യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ ഇമേജ്, ദൈവത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് ചില വാക്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നോക്കുക, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ തേജസ്, ദൈവജീവൻ്റെ സമ്പൂർണത നാം പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവനെപ്പോലെ അതേ പ്രതിമയായി, അവൻ്റെ ഇമേജായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഇമേജിൽ, സ്വരൂപത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവത്തിൻ്റെ തേജസ് എന്ന് ഈ വചനം വ്യക്തമാക്കുക. നാം തേജസ് പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറ്റപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലുള്ള, ഇമേജിലുള്ള മറ്റു ചില ഘടകങ്ങൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. നമ്മുടെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള പുതു മനുഷ്യനെക്കുറിച്ച് അവിടെ പറയുകയാണ്. അത് നമ്മുടെ ആത്മാവാണ്, ദൈവത്തിൽ നിന്നും ജനിച്ച യഥാർത്ഥ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും പുതുക്കം പ്രാപിക്കുന്നതും രൂപാന്തരപ്പെടുന്നതും ദൈവത്തിൻ്റെ സ്വരൂപത്തിന്, ദൈവത്തിൻ്റെ ഇമേജിന് തക്കവണ്ണമാണ്. ആ ദൈവത്തിൻ്റെ ഇമേജ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അവിടെ കാണുന്നത് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയുമാണ്. ദൈവത്തിൻ്റെ ഇമേജിലുള്ള അതിപ്രധാനമായ 2 ഘടകങ്ങളാണ് ദൈവനീതി, 2 ദൈവത്തിൻ്റെ വിശുദ്ധി. ഒന്നാമത്തെ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ഇനി കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം, പ്രതിമ മീൻസ് ഇമേജ്, സ്വരൂപം, ആ സ്വരൂപപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ദൈവ സ്വരൂപത്തിലെ, ഇമേജിലെ അടുത്ത പ്രധാന ഘടകം പരിജ്ഞാനമാണ്, ദൈവിക പരിജ്ഞാനമാണ്, ദൈവിക അറിവാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം
ഒന്നാമത്തെ പുത്രനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവിക പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലുമാണ്. ആ ദൈവത്തിൻ്റെ സ്വരൂപം സത്യത്തിൽ അവൻ്റെ ആത്മാവിലാണ് ഉള്ളത്. അവിടെ അവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ദൈവത്തിൻ്റെ ജീവൻ, പുത്രത്വ ജീവൻ അഥവാ ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ച് അവൻ്റെ ആത്മദേഹി ദേഹത്തിൽ ആ ദൈവസ്വരൂപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാറ്റപ്പെടണമായിരുന്നു, അനുരൂപമായി രൂപാന്തരപ്പെടണമായിരുന്നു. പക്ഷേ അവൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സ്വരൂപത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ സമ്പൂർണമായ സ്വരൂപത്തിലാണ്. ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലുമാണ് യേശു ഈ ഭൂമിയിൽ പ്രത്യക്ഷമായത്. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി യേശുവിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ? യേശുവിനെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് സമ്പൂർണ്ണ മനുഷ്യനെ കാണണമോ? യേശുവിനെ നോക്കിയാൽ മതി. ആ യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ ആ സ്വരൂപത്തിലേക്ക്, ആ പ്രായത്തിൻ്റെ അളവിലേക്ക്, ആ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വീണ്ടും വായിക്കുകയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ സകലവും ഒരു പ്രത്യേക നന്മയ്ക്കു വേണ്ടി കൂടി വ്യാപരിക്കുകയാണ്. ആ നന്മ എന്താണ്? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്ന നന്മയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണെന്ന് അതിൻ്റെ തൊട്ടു മുകളിലുള്ള വേദഭാഗത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ അതിൻ്റെ 19-ാം വാക്യം തുടങ്ങി ദൈവപുത്രന്മാരുടെ തിരസ്കരണത്തിനു വേണ്ടി സർവ സൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങി നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലങ്ങ് ഞെരുങ്ങുകയാണ്. മൂന്നാമതായി, പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് താമസിച്ചുകൊണ്ട് നമ്മുടെ പുത്രത്വത്തിനു വേണ്ടി, തിരസ്കരണത്തിനു വേണ്ടി, പുത്രത്വത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി സദാസമയം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവസൃഷ്ടികളും ഞരങ്ങി ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ തിരസ്കരണത്തിനു വേണ്ടിയാണ്. ഈ വെളിപ്പാട് പ്രാപിച്ച ദൈവസഭയുടെ ഹൃദയത്തിലെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം, ഈ വെളിപ്പാട് പ്രാപിച്ച ദൈവസഭയുടെ അകത്തുള്ള ഞരക്കം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം പ്രാപിച്ച് തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവും ഇതേ കാര്യത്തിനു വേണ്ടി നമ്മുടെ അകത്ത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുക എന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് നാം ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ചു കഴിയുമ്പോഴാണ്. അവൻ നമ്മെ മുന്നറിഞ്ഞു. ഫോർ നോളജ് ഓഫ് ഗാഡാണത്. 2, അവൻ നമ്മെ മുൻ നിയമിച്ചു. അത് പ്രീ ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിച്ചു. എന്നിട്ട് ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അവരെ വിളിച്ചു. അവരെ യേശുക്രിസ്തു മുഖാന്തരം നീതീകരിച്ചു. അർത്ഥം, പാപം ചെയ്തിട്ടില്ലാത്തവരായി കണക്കാക്കി
അവരുടെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവരെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അതിനർത്ഥം നമ്മുടെ സമ്പൂർണമായ തേജസ്കരണം കഴിഞ്ഞു എന്നല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള നമ്മുടെ പദവികളാണിതൊക്കെ. നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരാക്കപ്പെട്ടു. നാം ക്രിസ്തുവിൽ വിശുദ്ധരാക്കപ്പെട്ടു, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടു, ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പുത്രത്വം പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അതായത് നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ പുത്രത്വ പദവി പൂർണ്ണമാകുകയുള്ളൂ. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ മൺമയമായ ശരീരത്തെ പൊളിച്ചു കളഞ്ഞിട്ട് സ്വർഗീയ മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വിൺമയമായ ശരീരം നൽകുകയും അന്ന് ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വെളിപ്പെടും. അന്നാണ് നമ്മുടെ തേജസ്കരണം പൂർണ്ണമാകുന്നത്. അന്നാണ് നമ്മുടെ പുത്രത്വ പദവി പൂർണ്ണമാകുന്നത്. ഇതാണ് യേശുവിനെ സ്വീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പ്രത്യാശ. 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിലൂടെ പാപമോചനവും നിത്യരക്ഷയും പ്രാപിച്ചിരിക്കുന്നത് ഈ പ്രത്യാശ നിമിത്തമാണ്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശ അല്ല. ഈ ഭൂമിയിൽ കാണുന്ന ഒന്നും നമ്മുടെ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് യേശുവിൻ്റെ വരവെങ്കിൽ ശരീരം വീണ്ടെടുക്കപ്പെട്ട് ദൈവ തേജസ് പ്രാപിച്ച് ആ പുത്രത്വ പദവി പൂർണ്ണമാകാൻ വേണ്ടിയാണ്. അന്ന് നാം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് സമ്പൂർണമായി അനുരൂപരായി രൂപാന്തരപ്പെട്ടിരിക്കും. ഇതാണ് ദൈവം ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും
വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ.